അപ്പോൾ അതിൽ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഉണ്ണിയാൽ പ്രദേശം അത് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്നും അതിക്രമങ്ങളുടെയും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അറിയപ്പെട്ടിരുന്നു. ഇന്ന് ഈ ഒരു രീതിയിലേക്ക് ഉണ്ണിയാൽ പ്രദേശം മാറി അറിയപ്പെടുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് തിരൂരിൻ്റെ അടുത്തുള്ള ഉണ്ണിയാൽ എന്ന സ്ഥലത്താണ്. അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും പൂക്കൃഷി വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അങ്ങനെ തീരപ്രദേശത്തും ഇതേപോലെയുള്ള പൂക്കൃഷി നടത്താമെന്ന് വളരെ വിജയകരമായിട്ട് തെളിയിച്ചിരിക്കുകയാണ് ഈ നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ഒരു സമയത്ത് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിറമരുതൂർ പഞ്ചായത്തിലെ കൃഷിഭവന്, അതുപോലെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ പിന്നെ നമ്മുടെ ഒരു കർഷക കൂട്ടായ്മയുടെ ഗ്രാമിക, അത് മൂന്നും കൂടി സംയുക്തമായിട്ടാണ് കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ അവരെ സഹായത്തോടു കൂടെയാണ് ചെയ്യുന്നത്. വേണ്ടുന്ന തൈകളും ഹൈബ്രിഡ് ഇനം തൈകൾ നമ്മൾ പുറമേ നിന്നാണ് വരുത്തിച്ച്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ തരിശ് നിലങ്ങൾ കൃഷി ചെയ്യുന്ന പദ്ധതി, അത് പ്രകാരമാണ് ഇവിടെ ഈ തരിശായി കിടക്കുന്ന ഈ ഭൂമിക്കകത്ത് തൈ വെച്ചത്. അപ്പോൾ അത് തന്നെ ഈ തെങ്ങിൻ തോപ്പിലുള്ള ഇടവിള കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പല രീതിയിലുള്ള കൃഷികളും പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങളുടെയും വാഴ കൃഷിൻ്റെ ഒക്കെ ഇങ്ങനെ നിരന്തരം പദ്ധതിയിൽ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്ത് ഇപ്പോൾ പൂവിൻ്റെ മേഖലയിൽക്കും കൂടി നമ്മൾ തിരിഞ്ഞത്. ഇത് കൃത്യമായിട്ട് നമ്മൾ ജൂലൈ 4-ാം തീയതിയാണ് നമ്മൾ തൈ നട്ടത്. കൃത്യമായി 50 ദിവസം ഈ ദിവസം ഈ സീസണ് വിളവെടുപ്പിന് കണക്കാക്കിയിട്ട് തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. കൊറോണ സമയത്ത് ഇങ്ങനെ പൂ വരാൻ ചാൻസ് ഇല്ല എന്ന് അതെ, ഒരു സാധ്യതയാണ് നമ്മൾ മുന്നേ കണ്ടിരുന്നു. പിന്നെ അതിലുപരിയായിട്ട് നമുക്ക് ഈ ഒരു തീരദേശത്തും ഇങ്ങനത്തെ ഒരു കൃഷി നമുക്ക് കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഉണ്ണിയാൽ പ്രദേശം അത് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്നും അതിക്രമങ്ങളുടെയും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അറിയപ്പെട്ടിരുന്നു. ഇന്ന് ഈ ഒരു രീതിയിലേക്ക് ഉണ്ണിയാൽ പ്രദേശം മാറി അറിയപ്പെടുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കൊല്ലം നമുക്ക് ഇതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കുറേ ആളുകൾ വരാൻ എന്തായാലും സാധ്യതയുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ഇത് വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് അപ്പുറത്തും ഇതിൻ്റെ കുറച്ച് ചെയ്തിട്ടുണ്ട്. 4000 തൈ വെച്ചിട്ടുണ്ട്. പിന്നെ കുടുംബശ്രീ പ്രവർത്തകർ വെച്ച തൈകളുണ്ട്. അവരതൊക്കെ ഇങ്ങനെ പാകമായി വരുന്നേ ഉള്ളൂ. ഈ ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവിധ ആശംസകളും കൊടുക്കാം. ഇനി വരുന്ന കാലത്ത് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരു പൂ വാങ്ങാനുള്ള ഒരു ഇടവരാതെ നമുക്ക് ഇവിടെ തന്നെ അതെ, ഇപ്പോൾ നമ്മള് പച്ചക്കറിയിൽ സ്വയം പര്യാപ്ത ആവുന്ന ശ്രമിക്കുന്നത് പോലെ തന്നെ പൂക്കൃഷിന്റെ കാര്യത്തിലും നമുക്ക് സ്വയം പര്യാപ്തമായി ആശംസിക്കുകയാണ്. ഓക്കെ.